ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്ക് ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ലൂപ്പിൽ പെട്ട പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസിൽ പോലും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 5 ടിപ്സ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് യുവർ കറന്റ് റിയാലിറ്റി. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു കരിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇപ്പൊ വേറെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്താ എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കൊരു ലക്കുമില്ല. എന്നാൽ ആ ഒരു പേഴ്സൺ, ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ പേഴ്സണെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഭയങ്കര ലക്കാണ്, അതുകൊണ്ട് അവരുടെ ലൈഫിൽ ഭയങ്കര സക്സസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ നിങ്ങൾ സ്വന്തം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ലോ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ യെസ് എൻ്റെ ലൈഫ് ഇതാണ് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ വിധിയെ കുറ്റം പറയാം, അല്ലെങ്കിൽ ദൈവം എനിക്ക് മാത്രം തരുന്നില്ല, ഈ രീതിയിലൊക്കെ നമ്മൾ ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് ഇതാണ് എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനായിട്ട് പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ് വരുന്നത് ലെറ്റ്സ് ഗോ ഓഫ് പാസ്റ്റ് മിസ്റ്റേക്ക്. നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ചില ഡിസിഷൻസിനെ ചില ആളുകൾ പഴിക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം ഒരു ടീച്ചിങ് കരിയറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ മേ ബി നിങ്ങൾക്ക് വേറൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടും നിങ്ങൾ ഈ ഒരു ടീച്ചിങ് കരിയർ ചൂസ് ചെയ്തവരായിരിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കുകയാണ്, പണ്ടേ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയാൽ മതിയായിരുന്നു, എന്നാൽ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കരിയർ ചൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെ നിങ്ങൾ പണ്ട് എടുത്തിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് മേ ബി അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് അന്നേ ആ ബിസിനസ് തുടങ്ങിയാൽ മതിയായിരുന്നു, എന്നപ്പം ഞാൻ രക്ഷപ്പെടുമായിരുന്നു, ഇപ്പൊ എന്റെ ലൈഫിൽ ഇനി എനിക്കൊന്നും ചെയ്യാനുള്ള സമയമല്ല. ഈ രീതിയിൽ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾ പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അതിൽ ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് ഉണ്ട്, ഇത് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അതിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പാസ്റ്റിൽ അങ്ങനെ നടന്നു പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഫ്യൂച്ചറിൽ ഇനി എന്താ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഈ പാസ്റ്റിൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെമ്മറീസ്, അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു മെമ്മറിയിൽ നിന്നുള്ള ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് വിടാനായിട്ട് പറ്റും. അതായത് ആ ഒരു മെമ്മറി നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടവും വരാൻ പാടില്ല, സന്തോഷവും വരാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. സോ നമ്മളത് വിട്ടുകളയാം. പിന്നെ നിങ്ങൾ സക്സസ് ആവാത്തത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ആ ഒരു ടൈമിലും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ കാര്യം കൊണ്ട് എനിക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ പ്രോപ്പറായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല, കുറച്ച് ട്രൈ ചെയ്തപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ഇനിയും സമയമുണ്ട്, എനിക്കിപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റും, എനിക്കിപ്പോഴും സക്സസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കാനും നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കാനും. സോ നിങ്ങളൊരു ന്യൂ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു ഗിൽറ്റ് മാറ്റി വെക്കുക. നിങ്ങളുടെ മെമ്മറീസിനെ ഇറൈസ് ചെയ്ത് കളയാം. മെമ്മറീസിനെ ഇറൈസ് ചെയ്ത് കളയാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെമ്മറീസ് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോവും അല്ലെങ്കിൽ മറന്ന് കളയണം എന്നല്ല. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മെമ്മറീസിൽ നിങ്ങൾക്കുള്ള ഫീലിങ്സിനെ നിങ്ങൾ ഒഴിവാക്കി വെക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്
ചേഞ്ച് യുവർ ഡെയിലി റൂട്ടീൻ. ഇപ്പൊ എല്ലാ ആളുകളും, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തണം, നമ്മുടെ ലൈഫ് ഒന്നുകൂടി പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഡെയിലി റൂട്ടീൻസിൽ പല ആളുകളും ചേഞ്ചസ് വരുത്താറുണ്ട്. ഡെയിലി റൂട്ടീനിൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ ഡെയിലി റൂട്ടീനിൽ ചേഞ്ചസ് വരുത്തേണ്ടത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നോർമലി ഒരു 12 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ എണീക്കുന്ന ആള് ഓക്കെ, നാളെ എന്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്താം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, 5 മണിക്ക് എണീക്കാണ്. ഇപ്പൊ മേ ബി ഇപ്പൊ ആരുടെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടോ, അല്ലെങ്കിൽ മേ ബി ഏതെങ്കിലും ഒരു മോട്ടിവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തോണ്ടോ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവും, ആൾക്ക് ഒരു ഫയർ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഫയറിന്റെ പുറത്തായിരിക്കും ഓക്കെ, നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എല്ലാം ഒരു സുപ്രഭാതത്തിൽ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഫയർ എപ്പോൾ അടങ്ങുന്നു, മേ ബി ആ ഒരു ഫയർ ഒരു 2-3 ഡേയ്സേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 1 വീക്ക്. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ ആ ഒരു ഫയർ തന്നെ അണഞ്ഞു കെട്ടുപോകും. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആവേശമൊക്കെ അങ്ങോട്ട് നിന്നിട്ട് പിന്നെയും പഴയ പോലെ ആവും. സോ ഒരിക്കലും നമ്മൾ നമ്മുടെ ലൈഫിൽ ഡെയിലി റൂട്ടീനിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചേഞ്ചസ് വരുത്തരുത്. നമ്മൾ പയ്യെ മാറ്റങ്ങൾ, ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്ന്, ചെറിയ ചെറിയ ഹാബിറ്റ്സുകൾ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പയ്യെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി 10 മണിക്ക് എണീക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നാളെ 5 മണിക്ക് അലാറം വെച്ച് എണീക്കല്ല ചെയ്യേണ്ടത്. മേ ബി നിങ്ങൾക്ക് നാളെ 5 മണിക്ക് അലാറം വെച്ച് എണീക്കാനായിട്ട് പറ്റും, കാരണം നമ്മൾ ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണല്ലോ. പക്ഷെ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നാളേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 8 മണിക്ക് അലാറം വെക്കുക. ഈ 10 മണി എന്നുള്ളത് 8 മണിയാക്കുക. അത് നമ്മുടെ ബ്രെയിനെ അക്സെപ്റ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അത് മേ ബി പയ്യെ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റ് ആയിക്കോളും. അപ്പൊ അങ്ങനെ 10 മണിക്ക് നമ്മൾ എണീച്ചിരുന്ന് നമ്മൾ 8 മണിക്ക് എണീക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 1 വീക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 8 മണി എന്നുള്ളതിനെ ഒരു 6 മണിയാക്കുക. അതിനുശേഷം ഒരു 2-3 ഡേയ്സിന് ശേഷം ഈ 6 മണി എന്നുള്ളത് നിങ്ങൾക്ക് 5 മണിയോ 4 മണിയോ നിങ്ങൾക്ക് എത്രയാണ് ടൈം വേണ്ടത് വെച്ചാൽ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ബ്രെയിനെ ട്രെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ബ്രെയിനിന് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊരിക്കലും പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല, ഒരുപാട് കാലത്തേക്ക് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ രാവിലെ നേരത്തെ എണീക്കാം എന്നൊരു പ്ലാൻ നമ്മൾ ഇട്ടു. നമ്മൾ രാവിലെ നേരത്തെ എണീക്കാനായിട്ട് തുടങ്ങി. ഇനി നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്താ ചെയ്യേണ്ടത്, ഓടിപ്പോയി ഫോൺ നോക്കുകയാണോ വേണ്ടത്? അല്ല. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് റിലീഫ് കിട്ടുന്ന ഫോൺ അല്ലാത്ത എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവണം. അത് ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗ ചെയ്യാം, അത് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഡാൻസ് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും, അത് മേ ബി ക്ലാസിക്കൽ ആവാം, അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം. ഇനിയിപ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാം. എഴുതാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് എഴുതാം. അതിനൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണ്, കാരണം എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ, നമ്മളൊരു ഫ്രഷ് ഫീലിലായിരിക്കും അപ്പോൾ ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ ഹാപ്പി ആവുന്ന, നിങ്ങൾക്ക് ഒരുപാട് ഡോപ്പമിൻ കിട്ടുമെന്ന് ഉറപ്പുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾ ചെയ്ത് ആ ഒരു ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഡെയിലി പല്ല് തേക്കുക, കുളിക്കുക, ആ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പല കാര്യങ്ങളുണ്ടാവും ഒരു ലൈഫിൽ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റു, നിങ്ങൾക്ക് മൈൻഡിന് റിലീഫ് കിട്ടുന്ന ഒരു കാര്യം ചെയ്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്താലും മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നോട്ട് ചെയ്യാം. പക്ഷെ മൈൻഡിൽ നോട്ട് ചെയ്യാൻ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. ഫോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ആ ഒരു ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ, നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ നോട്ട് ചെയ്ത ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ മൈൻഡിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. യെസ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 10 കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഒരു ഹെവി ബർഡൻ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കരുത്. ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ എണീക്കുന്ന കാര്യം പറഞ്ഞല്ലോ രാവിലെ, അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 3-4 കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി അതൊരു 5-6 എണ്ണം ആക്കുക. അങ്ങനെ
നമ്മൾ കുറച്ചായിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് വലിയ ഇതിലേക്ക് പോവാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇന്നത്തെ ദിവസം നമുക്ക് ഒരു 10 വേർഡ്സ്, അങ്ങനെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ 4ാമത്തെ പോയിന്റ് ആണ് റിമൂവ് നെഗറ്റിവിറ്റി. ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ലൈഫിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമുക്കൊരു 90% ഒക്കെ നെഗറ്റീവ്സിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനായിട്ട് പറ്റും. ഒരിക്കലും നമുക്ക് 100% ഇനി എൻ്റെ ലൈഫിൽ ഒരു നെഗറ്റീവ്സും വേണ്ട, ഈ രീതിയിൽ നമുക്ക് തീരുമാനിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ നമുക്ക് പരമാവധി നെഗറ്റീവ്സിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെ നെഗറ്റീവ്സിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് നെഗറ്റീവ് പീപ്പിൾസ്. ആരാണ് ഈ നെഗറ്റീവ് പീപ്പിൾസ്? ഇപ്പൊ നമുക്ക് ചുറ്റും ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും. അതിൽ ചില ആളുകളൊക്കെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആളുകളായിരിക്കും. മേ ബി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ ഇവരുടെ നെഗറ്റിവിറ്റി നമുക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. അപ്പൊ നമ്മൾ അതിങ്ങനെ അതിന്റെ ഒരു പ്ലാൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലേറ്റീവ് നമ്മളെടുത്ത് വന്നിട്ട് പറയാം, നീ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇതിനൊക്കെ ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ രീതിയിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. മേ ബി ആള് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലായിരിക്കും. പക്ഷെ അത് ഓൾറെഡി നമ്മൾ മാത്രമല്ല നമ്മളടുത്ത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നത്, നമ്മുടെ ബ്രെയിനും കൂടെ കേൾക്കുന്നുണ്ട്. മേ ബി കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മൾ വീക്ക് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരികയും ഓക്കെ, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ നെഗറ്റീവ് പീപ്പിൾസിന്റെ അടുത്ത് കൂടുതൽ അറ്റാച്ച്മെന്റിന് പോകരുത്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ട. അതൊരിക്കലും നിങ്ങളുടെ ലൈഫിനെ നല്ലതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. സോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഏത് കാര്യത്തിലും നിങ്ങളെ തളർത്തുന്ന, ഇപ്പൊ ഒരു തമാശ രീതിയിലാണെങ്കിൽ പോലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾവേസ് ഡീമോട്ടിവേഷൻ. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നെഗറ്റീവ് പീപ്പിൾസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, കുറച്ച് അകലം പാലിച്ച് നിൽക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ അവർക്ക് ഡെയിലി ടെക്സ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് കുറയ്ക്കുക, കോൾസ് ഉണ്ടെങ്കിൽ കോൾസ് കമ്പാരിറ്റീവ്ലി കുറയ്ക്കുക, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. പിന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതും കുറയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ടോക്സിക് പീപ്പിൾസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇനി അടുത്തതായിട്ട്, നിങ്ങൾക്ക് ഗുഡ് അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാത്ത റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്നും പുറത്ത് വരാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഒന്നും കൂടി കംഫർട്ടബിൾ ആക്കി വെക്കാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനും അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനും ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പൊ നമ്മുടെ 5ാമത്തെ പോയിന്റ് ആണ് ക്രിയേറ്റ് എ ന്യൂ വിഷൻ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന് ഒരു വിഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ലൈഫ് നോർമലായിട്ട് ന്യൂട്രൽ ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്താണ് നമുക്ക് വേണ്ടത്, എങ്ങനെയുള്ള ഒരു ലൈഫാണ് നമുക്ക് വേണ്ടത് ഈ ഒരു വർഷം, അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു പീരീഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുത്തേണ്ടത്, ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക. ഇനി നിങ്ങൾ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരു ടൈം നോക്കിയോ അല്ലെങ്കിൽ ഒരു പുതിയ അടുത്ത ന്യൂ ഇയർ ആവട്ടെ നമുക്ക് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് ഞാൻ പോട്ടെ, ഞാൻ 2 മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോകും, അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം. ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ തിങ്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിന് സാധിക്കും. ഇന്ന് അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.